ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആസ് എ ക്ലേ ആർട്ടിസ്റ്റ് ഞാൻ എൻ്റെ ക്ലേ ആർട്ട് യൂസ് ചെയ്യുന്ന കട്ടേഴ്സ്, മോൾസ്, പിന്നെ ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതാ ബാക്കിലുണ്ട് ഐറ്റംസ്, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. എന്നെ പോലുള്ള സ്മോൾ ക്ലേ ബിസിനസ് ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഒരുപാടുമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്ലീസ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമുക്ക് ആദ്യം മോൾഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള മോൾഡുകൾ. ഇത് ഒരു എന്താ പറയുക ക്രൊസോണ്ടിൻ്റെ മോൾഡാണ്. ഇത് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ബോസ് ആണ് കേട്ടോ. ഇത് ലീവ്സിൻ്റെ പാറ്റേൺ വരുന്ന മോൾഡാണ്. ഇത് സൺഫ്ലവർ പോലെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. വലുതും ചെറുതുമായിട്ട് ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു 3 മോൾഡ് ഐ തിങ്ക് ഞാനത് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക ബിസ്ക്കറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ക്യാൻഡീസ് ഉണ്ട്, പിസ്സ, ഐസ്ക്രീം, അങ്ങനെ പല എന്താ പറയുക ഡെസേർട്ട് മോൾഡാണിത്. അത്യാവശ്യം വലുതാണ്. ഈ 2 മോൾഡും ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1000 സംതിങ് ആയി. ഇത് എനിക്ക് കട്ടേഴ്സാണ് കേട്ടോ. കട്ട് ചെയ്യാൻ യൂസ് ചെയ്യണം. നമ്മൾ ക്ലേ നമ്മൾ നന്നായി റോൾ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏതാണ് ഡിസൈൻ ഇതിൽ വന്നിരിക്കുന്നത് ആ ഡിസൈനിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ഈ ഒരു ബട്ടർഫ്ലൈ തന്നെ പല സൈസിലുണ്ട് കേട്ടോ. വലുത്, ചെറുത്, പിന്നെ ഏറ്റവും ചെറിയ സൈസിലുള്ളത് ലീഫിൻ്റെ ഉണ്ട്, പിന്നെ ഫ്ലവറിൻ്റെ ഉണ്ട്. ഫ്ലവറിൻ്റെ പല പാറ്റേണിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റാർ ഉണ്ട്. കൂടുതൽ മിനിയേച്ചർ ചാംസ് ഒക്കെ ചെയ്യുന്ന കാരണം ഒരുപാട് വലുതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് ഇതുവരെ വേണ്ടി വന്നില്ല. പക്ഷേ നമുക്കിത് ഒറ്റ പീസായിട്ട് കിട്ടില്ല. വാങ്ങുമ്പോൾ ഇത് ഫുള്ളായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്. ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് കട്ടേഴ്സ്. ഇത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സ്കേർട്ടൊക്കെ നമുക്ക് എന്താ പറയുക സ്കേർട്ടിൻ്റെ ആ ഹെമ്മിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ പല സൈസിലുള്ളതാണ് കേട്ടോ. ഇതിന് ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് പേപ്പർ പഞ്ചാണ്. ഇത് നമുക്ക് ക്ലേ ആർട്ടിന് നമുക്കിത് യൂസ് ചെയ്യാം. ക്രാഫ്റ്റിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്യാം. ഇത് ഏതാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ആ ഒരു നമ്മൾ ക്ലേ ഇതിലേക്ക് നല്ല തിന്നായിട്ട് റോൾ ചെയ്തിട്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. ഞാനത് പല വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. ഇത്രയും പേപ്പർ പഞ്ചസ് എൻ്റെ കയ്യിലുണ്ട് കളക്ഷനായിട്ട്. ഇത് ഞാൻ അഗൈൻ മീഷോ എന്നാണ് വാങ്ങിയത്. നമുക്ക് ക്ലീന് നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏതാ ഡിസൈൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ നമുക്ക് കിട്ടുമെങ്കിൽ നമുക്കിത് എന്താ പറയുക പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് നമുക്ക് ഇതിൽ ക്ലീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതൊരു 40 പീസിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന കട്ടറാണ് കേട്ടോ. ഇത് ഞാൻ അഗൈൻ ഇന്നലെ മറ്റേ സ്കേർട്ടിൻ്റെ വീഡിയോയിൽ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ റൗണ്ട് തൊട്ട് ഏറ്റവും കുഞ്ഞ് റൗണ്ട് വരെ നമുക്കിതിൽ കിട്ടും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ക്ലേ എക്സ്ക്ലൂഡറാണ് കേട്ടോ. ഈ ഒരു സാധനം ഞാൻ ആദ്യം കാണാനിടയായത് ജന എന്ന് പറയുന്ന ക്ലേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. 36 ഇത് വെച്ചിട്ട് പല എന്താ പറയുക ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷോക്കായിട്ട് തോന്നി. ഈശ്വര ഇങ്ങനെ സാധനം ഉണ്ടോ. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, ഞാനത് വാങ്ങി. പക്ഷേ വാങ്ങി ഇതൊരു സ്ഥലത്ത് ഭദ്രമായിട്ട് വെച്ചെന്നല്ല ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സാധനം കാണുമ്പോൾ വേറെ ഒരു സാധനത്തിൻ്റെ ഒരു ചായയിട്ട് തോന്നും. പക്ഷേ ഇതല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇത് നമ്മൾ ക്ലേ നമ്മളിതിലേക്ക് എന്താ പറയുക റോൾ ചെയ്തിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുന്നു. ഇതിന് കുറേ ചില്ലുണ്ട്, പല ഡിസൈൻ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നൂൽപുട്ടിൽ കാണുന്ന പോലെ തന്നെ, പക്ഷേ അത് നൂൽപുട്ടിൻ്റെ മഹം അതിൽ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ ക്ലേ ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നല്ല യൂസ് ആണ്. അടിപൊളി സാധനമാണ്. ഞാനിത് വാങ്ങി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 മാസമായി. ബട്ട് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ഇടാട്ടോ. ഇത് നമുക്ക് ഏതൊക്കെ ഡിസൈനാണ് നമുക്ക് ക്ലേ ഇൻസേർട്ട് ചെയ്താൽ വരിക എന്നുള്ളത്. കാണുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോൾസും കട്ടേഴ്സൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.